ഹലോ എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻവെൻട്രി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണ്. അവിടെ എങ്ങനെയാണ് നമുക്കൊരു ഒപ്റ്റിമൽ ലെവലിൽ മെറ്റീരിയൽസ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക, ഒപ്റ്റിമൽ ലെവൽസിൽ എങ്ങനെയാണ് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, കൺസ്യൂമർ സ്പെയർസ്, സപ്ലൈസ് ഒക്കെ എങ്ങനെയാണ് റെഗുലർ ആയിട്ട് ഒരു എന്താ പറയുന്നത് ഫ്ലോ ഓഫ് പ്രൊഡക്ഷനെയോ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ മറ്റ് ആക്ടിവിറ്റീസിനെയോ തടസ്സപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് മെറ്റീരിയൽസ് എൻഷ്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മെറ്റീരിയലിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നമുക്ക് പ്രൊഡക്ഷന് മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് വേണം എന്നോർത്ത് നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മെറ്റീരിയലിൽ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽസിൽ നമ്മുടെ ക്യാഷ് എന്തായി കിടക്കും? ബ്ലോക്കായി കിടക്കും. വർക്ക് ഇൻ പ്രോഗ്രസ് അവിടെ ബ്ലോക്കായി പോകും. അതേ സമയം നമുക്ക് ഷോർട്ടേജ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന് തടസ്സപ്പെടും. അപ്പോൾ കുറേ അധികം കാര്യങ്ങളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, കുറേ ഫങ്ഷൻസ് അല്ലെങ്കിൽ കുറേ ടെക്നിക്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാനും നമുക്ക് കൃത്യമായ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ഇത് റോ മെറ്റീരിയൽസിൻ്റെ കേസിൽ മാത്രമല്ല, ഓവറോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. റോ മെറ്റീരിയൽസിൻ്റെ കേസിൽ മാത്രമല്ല, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, കൺസ്യൂമബിൾസ്, സ്പെയർസ്, സപ്ലൈസ് എല്ലാം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒപ്റ്റിമൽ ലെവൽ ഓഫ് എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒപ്റ്റിമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എവിടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ടെക്നിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, നമ്മൾ കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ് ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി. Economic ordering quantity refers to that quantity of materials to be purchased at one time to optimize the cost thereon. നമുക്ക് കുറേ അധികം മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, കുറേ അധികം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട്. അതിൽ നമ്മൾ എങ്ങനെയാണ് ആ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്? നമുക്ക് 1000 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 1000 യൂണിറ്റ്സ് ഒരുമിച്ച് വാങ്ങിക്കാം, അല്ലെങ്കിൽ പല ലോട്ട്സ് ആയിട്ട് മേടിക്കാം, അല്ലെങ്കിൽ 500 യൂണിറ്റ് ആയിട്ട് മേടിക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പർച്ചേസ് നടത്താം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഇക്കണോമിക്കലി പർച്ചേസ് നടത്തുന്നത്? ഇക്കണോമിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന 2 കാര്യമാണ്. ദ ടോട്ടൽ ഓഫ് ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് വിൽ ബി ദ ലോവസ്റ്റ്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ഓർഡറിങ് കോസ്റ്റും നമ്മളൊരു മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വരുന്ന ഓർഡറിങ് കോസ്റ്റും ആ മെറ്റീരിയൽസിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ക്യാരിയിങ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ മെറ്റീരിയൽസിനെ നമ്മൾ ഒരു വെയർ ഹൗസിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സർട്ടൈൻ കോസ്റ്റുകളുണ്ട്. ഈ കോസ്റ്റുകളും ഏറ്റവും ലോവസ്റ്റ് ആവുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ എത്ര യൂണിറ്റ് മെറ്റീരിയൽ നമ്മൾ ഓർഡർ ചെയ്താലാണ് നമുക്ക് ഈ 2 കോസ്റ്റുകളെ ഏറ്റവും മിനിമത്തിൽ നിർത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ മറ്റൊരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലോട്ട് ക്വാണ്ടിറ്റി, ഇക്കണോമിക് ലോട്ട് ക്വാണ്ടിറ്റി, ഐഡിയൽ ക്വാണ്ടിറ്റി, അങ്ങനെ പല പേരിൽ നമുക്ക് പല രീതിയിൽ പറയാം. അപ്പോൾ എന്തായാലും സംഭവം പിടികിട്ടിയല്ലോ. ഇവിടെ 2 പോയിന്റ് വരുന്നത്, ഒന്ന് ഓർഡറിങ് കോസ്റ്റും 2 ക്യാരിയിങ് കോസ്റ്റും എന്തിലോട്ട് കൊണ്ടുവരാം? മിനിമം ലെവലിലോട്ട്. ഏറ്റവും കുറഞ്ഞ രീതിയിലാവുന്നത് എത്ര യൂണിറ്റ് ഓർഡർ ചെയ്യുമ്പോഴാണോ ആ യൂണിറ്റ് ആണ് ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ 2 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് ആണ്. ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റീരിയൽ പ്ലേസ് ചെയ്യുമ്പോൾ, ഒരു മെറ്റീരിയൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ, ഒരു മെറ്റീരിയലിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് ആണ്
ഓർഡറിങ് കോസ്റ്റ്. നമ്മൾ ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡറിന് നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അത് എത്ര യൂണിറ്റിന്റെ വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണ് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് ഓർഡർ പ്ലേസ് ചെയ്യാണ്. ഈ ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡറിന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഒത്തിരി ഓർഡർ, മോർ ക്വാണ്ടിറ്റീസ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ ഓർഡറിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്, ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർഡറിങ് കോസ്റ്റിനെ സംബന്ധിച്ച് ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു, ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ ഒരു ഓർഡറിന് വരുന്ന കോസ്റ്റ് ആണ്. ഈ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ എമൗണ്ട്, വോളിയം അല്ലെങ്കിൽ മോർ ക്വാണ്ടിറ്റി, വെൻ വി ഓർഡർ മോർ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ, ഇറ്റ് റെഡ്യൂസസ് ദ ഓർഡറിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് വേണ്ടി വരുന്ന ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. വൈസ് വേഴ്സ, ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഓർഡേർഡ് ലെസ്, കുറച്ച് ക്വാണ്ടിറ്റിയെ നമ്മൾ ഒറ്റ ടൈം നമ്മൾ ഓർഡർ ചെയ്യുന്നുള്ളൂ എങ്കിലോ, അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ്, ഓർഡറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് നമ്മൾ വോളിയം കൂടുന്നതിനനുസരിച്ച് ഓർഡറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. ഇനി വോളിയം കുറയുന്നതിനനുസരിച്ച്, അതായത് ഓർഡർ ചെയ്യുന്ന ആ യൂണിറ്റ്സിന്റെ ക്വാണ്ടിറ്റി കുറയുന്നതിനനുസരിച്ച് ഓർഡറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നെക്സ്റ്റ് വരുന്ന നമുക്ക് ഒരു മെറ്റീരിയലുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പർച്ചേസ് ഓർഡറുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കോസ്റ്റാണ് ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹോൾഡിംഗ് കോസ്റ്റ്. അപ്പോൾ ക്യാരിയിങ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ ക്യാരി ചെയ്യാൻ, അതിനെ സ്റ്റോർ ചെയ്യാൻ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ മണി ലോക്ക്ഡ് അപ്പ് ഇൻ ദ ഇൻവെൻട്രി, അതുപോലെ തന്നെ ഇൻവെൻട്രി ഒബ്സലസൻസ്, സ്റ്റോറേജ് സ്പേസ് റെന്റ് ആൻഡ് കോസ്റ്റ് ഓഫ് സ്റ്റോർസ് ഓപ്പറേഷൻ, ഇതെല്ലാം ക്യാരിയിങ് കോസ്റ്റിന്റെ ഭാഗമാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ഈ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുക, ഈ ഗുഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുക, നമുക്ക് ചിലപ്പോൾ ലോൺ എടുത്തിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ മണി ബോറോ ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇൻവെന്ററിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറേജിന് സ്പേസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന വെയർ ഹൗസിന്റെ റെന്റ്, മറ്റ് അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള എമൗണ്ട് ലേബേഴ്സിന് കൊടുക്കുന്നത്, വെയർ ഹൗസ്, അതുപോലെ തന്നെ ഇൻവെന്ററിയിൽ വരുന്ന കാലപ്പഴക്കവും കാര്യങ്ങളും അല്ലെങ്കിൽ ഡാമേജ്, ഇതെല്ലാം എന്താണ്, ഒബ്സലസൻസ്, ഇതെല്ലാം എന്താണ്, ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഓർഡർ കൊടുക്കുമ്പോൾ ഈ രണ്ട് കോസ്റ്റുകളും ഏറ്റവും കുറഞ്ഞ രീതിയിൽ ആവുന്ന രീതിയിലുള്ള ഒരു നമ്പർ ഓഫ് യൂണിറ്റ്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർഡർ ചെയ്യേണ്ടത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർഡറിങ് കോസ്റ്റും ഇൻവെന്ററി കോസ്റ്റും തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് യൂണിറ്റ്സ് നമ്മൾ വോളിയം ഇൻക്രീസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഓർഡർ കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു യൂണിറ്റിന് വരുന്ന ഓർഡറിങ് കോസ്റ്റ് കുറയും അല്ലേ, ഓർഡറിങ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും നമ്മൾ പറഞ്ഞു. ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഓർഡറിങ് കോസ്റ്റ്, നമ്മൾ ഒരുപാട് ഓർഡർ കൊടുക്കുന്ന സമയത്ത് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ കൂടുതൽ യൂണിറ്റ്സ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യും, കൂടും. നമ്മൾ ഒരുപാട് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലം വേണ്ടേ, അപ്പോൾ അതിനുള്ള കോസ്റ്റ് ആവില്ല. അപ്പോൾ ഈ രണ്ടും തമ്മിൽ എന്താണ്, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ
ബട്ട് അറ്റ് എ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ്, ഒരു സ്പെസിഫിക് ലെവലിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റും ഏറ്റവും ലോവസ്റ്റ് ആക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ഇഒക്യുവിൻ്റെ ഗ്രാഫിക്കാണ്. ഇഒക്യുവിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഒക്യു നമ്പർ ഓഫ് യൂണിറ്റ്സ് പെർ ഓർഡർ ഇവിടെ, അതുപോലെ തന്നെ കോസ്റ്റ് റുപ്പീസിൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു അപ്വേർഡിലോട്ടുള്ള ഒരു ക്യാരിയിങ് കോസ്റ്റ് ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഒരു ലൈനാണ്. അതായത് ഈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും, കോസ്റ്റ് യൂണിറ്റ് ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ക്യാരിയിങ് കോസ്റ്റിൽ ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്. ക്യാരിയിങ് കോസ്റ്റ് കൂടും. പക്ഷേ ഇപ്പോൾ എക്കണോമിക് ഓർഡർ നമ്മൾ ഓർഡറിങ് കോസ്റ്റിന്റെ കേസിൽ അങ്ങനെയല്ല. നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഒരു പെർ ഓർഡർ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഒരു ഓർഡറിന് വേണ്ടി വരുന്ന ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് പെർ ഓർഡറിന് വരുന്ന ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. നോക്കുക, ഇവിടെ നമുക്ക് യൂണിറ്റ്സ് കുറവായിരിക്കുമ്പോൾ ഈ ഓർഡറിങ് കോസ്റ്റിന്റെ ലൈൻ ഇങ്ങനെ മുകളിലോട്ടല്ലേ, ഇപ്പോഴും താഴെ താഴെ, അതായത് ഈ കോസ്റ്റിന്റെ ലൈനിൽ നിന്ന് ഇങ്ങനെ താഴെ താഴെ താഴെയല്ലേ വരുന്നത്. അതായത് യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ എന്ത് ചെയ്യും, നമ്പർ ഓഫ് യൂണിറ്റ്സ് പെർ ഓർഡറിൽ വരുന്ന ഓർഡറിങ് കോസ്റ്റ് എന്താണ്, കുറവാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇഒക്യു എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ലൈൻ വരുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഏറ്റവും മിനിമത്തിലുള്ള ക്യാരിയിങ് കോസ്റ്റും ഓർഡറിങ് കോസ്റ്റിന്റെയും ഈ ഏറ്റവും മിനിമത്തിൽ വരുന്ന ഈ ഒരു പോയിന്റ് ആണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. ഇക്വേഷൻ എന്താണ്, ഫോർമുല എന്താണ്, is equal to root of, ഈ റൂട്ട് കംപ്ലീറ്റ് റൂട്ടാണ്, root of 2CO divided by I, 2CO divided by I, root of 2CO divided by I. ഇതിൽ സി എന്താണ്, കൺസംഷൻ ഓഫ് ദി മെറ്റീരിയൽസ് പെർ ആനം, ഒരു വർഷത്തിൽ നമ്മൾ എത്ര മെറ്റീരിയലാണ് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർ ഇയർ, പെർ ആനം എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, നമുക്ക് ആവശ്യം വരുന്ന മെറ്റീരിയൽ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം സി. അപ്പോൾ ഈ ഒ എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ, ഒരു ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന ഓർഡറിങ് കോസ്റ്റ് ആണ് ഈ ഒ എന്ന് പറയുന്നത്. ഐ എന്ന് പറയുന്നത് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഓഫ് പെർ യൂണിറ്റ് പെർ ആനം, ഒരു വർഷം ഒരു യൂണിറ്റ് നമുക്ക് ഇൻവെന്ററി ക്യാരി ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ആണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും പർച്ചേസ് പ്രൈസിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് പെർ ആനം, ഒരു വർഷത്തേക്ക് ഒരു യൂണിറ്റ് ക്യാരി ചെയ്യാൻ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ്. സി എന്ന് പറയുന്നത് കൺസംഷൻ ഓഫ് ദി മെറ്റീരിയൽസ്. ഈ ഒരു ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രോബ്ലം വരുമ്പോഴും ഡൗട്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ഫോർമുല മനസ്സിലാക്കി തന്നെ പോകണം. ഇഒക്യു എന്ന് പറയുന്നത് റൂട്ട് CO ഡിവൈഡ് ബൈ ഐ ആണ്. ഇതിൽ സി എന്ന് പറയുന്നത് കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ് പെർ ആനം, ഒരു വർഷത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ആവശ്യം വേണ്ടി വരുന്ന മെറ്റീരിയൽസ്, അത് നമുക്ക് പറയാം. ഒ എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് പെർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം, പെർ ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വരുന്ന ഓർഡറിങ് കോസ്റ്റ്. ഐ എന്ന് പറയുന്നത് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ആണ്. ഐ എന്ന് പറയുന്ന പെർ യൂണിറ്റ് ആണ്, പെർ ആനം, ഒരു യൂണിറ്റ് ഒരു വർഷം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്കൊന്ന് പോവാം. കാൽക്കുലേറ്റ് ഇഒക്യു ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ.
കാൽക്കുലേറ്റ് EOQ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇത്തരത്തിലുള്ള ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾക്ക് എപ്പോഴും ഈ PSCക്കും ഒക്കെ നമുക്ക് ചോദിക്കുന്നത്. ഇപ്പോൾ കൺസംഷൻ ഓഫ് ദി മെറ്റീരിയൽസ് പെർ ആനം, കൺസംഷൻ. അപ്പൊ നമുക്ക് EOQന്റെ ഇക്വേഷൻ ഫോമുല എന്തായിരുന്നു? √2CO ഡിവൈഡ് ബൈ I. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഫോമുല ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ EOQ അല്ലെ, EOQ എന്ന് കൊടുത്തിട്ട് √2CO ഡിവൈഡ് ബൈ I എന്ന് എഴുതി വെക്കാം. അതില് നമുക്കിവിടെ ഓരോ ടേമും നമ്മൾ എടുത്തെഴുതണമല്ലോ. അപ്പോൾ C എന്ന് പറയുന്ന എന്താ? കൺസംഷൻ ഓഫ് ദി മെറ്റീരിയൽസ് പെർ ആനം. C കൺസംഷൻ ഓഫ് ദി മെറ്റീരിയൽസ് പെർ ആനം 6000 യൂണിറ്റ്സ് നമ്മളിവിടെ എടുത്തെഴുതി. അതിനുശേഷം വരുന്നത് എന്താണ്? നമുക്കിനി അറിയേണ്ടത് O ആണ്. O എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ. ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ എത്രയാണ്? ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് 15 രൂപയാണ്. അതിവിടെ എടുത്തെഴുതി. ഇനി അടുത്തത് എന്താണ്? ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ, ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ്, അതായത് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതാണ് പർച്ചേസ് പ്രൈസ്. ഇതിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും. അപ്പൊ 20% ഓഫ് ആവറേജ് ഇൻവെന്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് ഈ പർച്ചേസ് പ്രൈസിന്റെ 20% നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. അപ്പൊ I എന്ന് പറയുന്നത് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം എന്ന് പറയുന്നത്, പെർ യൂണിറ്റ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, 2.5 രൂപ അല്ലെ. 2.5 ഇൻറ്റു 20/100 is equal to 0.5. ഇനി നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സുഖമാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? EOQ കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. √2CO ഡിവൈഡ് ബൈ I. EOQ is equal to √2 into 600 into 15 divided by 0.5. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 600 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്സ്, സിമ്പിൾ മാത്സിൽ നമുക്ക് റൂട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് വെച്ചിട്ട് വേണമെങ്കിൽ വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ എങ്ങനെ സിമ്പിൾ ആയിട്ട് വന്നാലും നമുക്ക് ഇതിന്റെ ഫോമുല അറിയണമല്ലോ, എന്തൊക്കെയാണെന്നുള്ള ഓരോന്നും. C എന്താണെന്നും O എന്താണെന്നും I എന്താണെന്നും അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട്. നമുക്ക് പറയുന്ന ഇക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ എത്ര ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഓർഡേഴ്സ്. 2 ഓർഡർ, ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര നാൾ കഴിഞ്ഞിട്ടാണ്, എത്ര സമയം കഴിഞ്ഞിട്ടാണ്, എത്ര ടൈം കഴിഞ്ഞിട്ടാണ് അടുത്ത ഓർഡർ കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആനുവൽ കൺസംഷൻ 120 യൂണിറ്റ്സ്. നമ്മൾ ആനുവലി യൂസ് ചെയ്യുന്നത് 120 യൂണിറ്റ്സ് ആണ്. ബൈയിങ് കോസ്റ്റ്, അതായത് ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ. ഒരു ഓർഡറിന് നമ്മൾക്ക് വരുന്ന കോസ്റ്റ് ₹20 ആണ്. അതുപോലെ പ്രൈസ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ₹100 ആണ്. ഇനി സ്റ്റോറേജ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് ആവറേജ് ഇൻവെന്ററി 12%. അത് ഈ പ്രൈസിന്റെ നമ്മൾ പറഞ്ഞല്ലോ, പർച്ചേസ് പ്രൈസിന് 12%. ഈ പ്രൈസ് പെർ യൂണിറ്റ് എന്ന് തന്നിരിക്കുന്നതിന്റെ 12% ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? I കണ്ടുപിടിക്കും. ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിവിടെ EOQ എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ ഓരോന്നെടുത്ത് എഴുതണമല്ലോ. √2CO ഡിവൈഡ് ബൈ I. അതൊരിക്കലും മറക്കരുത്. അപ്പൊ C എന്ന് പറയുന്ന കൺസംഷൻ ഓഫ് ദി മെറ്റീരിയൽസ് പെർ ആനം. ക്വസ്റ്റ്യനിൽ തന്നെയാണ് കാര്യങ്ങളാട്ടോ എടുത്തെഴുതിയാണത്. 120 യൂണിറ്റ്സ്. 120 യൂണിറ്റ്സ്. O എന്ന് പറയുന്ന ഓർഡറിങ് കോസ്റ്റ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 20 രൂപ. ഇനി I എന്ന് പറയുന്നത് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് 1 യൂണിറ്റ് പെർ ആനം. പെർ യൂണിറ്റ് പെർ ആനം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ I എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് തന്നിട്ടുണ്ട് അല്ലെ, 100. അപ്പൊ 100ന്റെ എത്ര ശതമാനമാണ്? ക്വസ്റ്റ്യനിൽ 12% പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം.
ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ, സ്റ്റോറേജ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ആവറേജ് ഇൻ 12% എന്നല്ലേ പറയുന്നത്. പ്രൈസ് പെർ യൂണിറ്റിന്റെ, അതായത് ഈ 100ന്റെ 12%, അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നോക്കുക, കണ്ടോ, 100ന്റെ 12%. അപ്പൊ എത്രയാ 100ന്റെ 12%? 12. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ നമുക്കിപ്പോ ആവശ്യമുള്ള എല്ലാം കിട്ടിയില്ലേ. EOQ കാണാനുള്ള ഫോർമുല എന്താ? √2CO ഡിവൈഡ് ബൈ I ആണ്. √2CO / I ആണ്. അപ്പൊ EOQ √2 ഇൻറ്റു C എന്ന് പറയുന്നത് 120 ഇൻറ്റു O എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 12. എവിടെയാ 12? 12. അപ്പൊ നമുക്കിതിങ്ങനെ വെട്ടിയിട്ട് ചെയ്യാം. 2 2 6 2 12 ഇങ്ങനെ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. ഇത് വെട്ടിക്കളഞ്ഞ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോ ഇത് പറയുകയാണെങ്കിൽ 2 2 6 2 12 6 2 12 20 20 എത്രയാ? 400 അല്ലേ? 20 20 400. √400ന്റെ റൂട്ട് എത്രയാണ്? 400 റൂട്ട് എത്രയാ? 20. 20 ഇൻറ്റു 20 അല്ലേ 400. അപ്പൊ 400 റൂട്ട് എത്രയാ? 20. അപ്പൊ ക്ലിയർ. ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നാൽ ചെയ്യാലോ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ, ഒരു വർഷം എത്ര ഓർഡർ ആണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഒരുപാട് ആലോചിക്കേണ്ട കാര്യമില്ല. അതിനൊരു ഫോർമുലയുടെ ആവശ്യമില്ല. കാരണം നമുക്ക് ആനുവൽ കൺസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷം ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് നമുക്കിവിടെ തന്നത് 120 യൂണിറ്റ് ആണ് നമ്മൾ ഒരു വർഷം ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ EOQ കണ്ടുപിടിച്ച എത്ര? 20 യൂണിറ്റ്സ്. അതായത് ഈ 120 യൂണിറ്റ്സ് ആവശ്യം വേണ്ടിടത്ത് നമ്മൾ 20 യൂണിറ്റ് ആണ് നമ്മൾ നിലവിൽ അറ്റ് എ ടൈം നമ്മൾ 20 യൂണിറ്റ് ആണ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര 20 യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുന്നതെങ്കിൽ എത്ര പ്രാവശ്യം ഓർഡർ ചെയ്യേണ്ട വരും? സിമ്പിൾ അല്ലേ. ആനുവൽ കൺസംഷൻ, അതായത് ഈ 120നെ 20 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. ആനുവൽ കൺസംഷൻ ഡിവൈഡ് ബൈ EOQ ചെയ്ത് കഴിഞ്ഞാൽ 120 ഡിവൈഡ് ബൈ 20 ചെയ്താൽ 6 ഓർഡേഴ്സ് എന്ന് കിട്ടും. വളരെ സിമ്പിൾ അല്ലേ. ആ ലോജിക്ക് നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഒരു വർഷം നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് 120 യൂണിറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ ഈ 120 യൂണിറ്റ്സ് നമ്മൾ ഇക്കണോമിക്കലി നമ്മൾ ഓർഡർ ചെയ്യുന്നത് 20 യൂണിറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോഴാണ് നമുക്ക് ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒക്കെ ഏറ്റവും മിനിമത്തിൽ കിട്ടുന്നത്, ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ 20 യൂണിറ്റ്സ് വെച്ച് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം എത്ര ഓർഡേഴ്സ് കൊടുത്താലാ? 6 ഓർഡേഴ്സ് കൊടുത്താലാ 120 യൂണിറ്റ്സ് ഡിവൈഡ് ബൈ 20, 6 ഓർഡേഴ്സ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഓർഡേഴ്സ്, 2 ഓർഡേഴ്സ് നമ്മൾ ടൈം ഗ്യാപ്പ് എത്രയായിരിക്കും? ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. നമ്മൾ 6 ഓർഡർ ആണ് ടോട്ടലി കൊടുക്കുന്നത്. നമ്പർ ഓഫ് ഓർഡേഴ്സ് 6 ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അത് 2 മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോഴല്ലേ നമുക്കത് 6 ഓർഡേഴ്സ് ഒരു വർഷത്തിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഓർഡേഴ്സ് എന്താണ്? 2 months ആണ്. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാടല്ല, എന്നാലും നേരത്തേലും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആനുവൽ ഡിമാൻഡ് പറയുന്നുണ്ട് 3500 യൂണിറ്റ്സ് ആണ്. കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് പർച്ചേസ് പ്രൈസ് 3.60 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 5 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറേജ് കോസ്റ്റ് 3% പെർ ആനം. സ്റ്റോറേജ് കോസ്റ്റ് 3% പെർ ആനം. ഇൻട്രസ്റ്റ് റേറ്റ് 10% പെർ ആനം. ലീഡ് ടൈം ഹാഫ് മന്ത്സ് ആണ്. അതായത് ഹാഫ് മന്ത്സ് ആണ് ശരിക്കും നമുക്ക് ഒരു തവണ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു റോ മെറ്റീരിയൽ തിരിച്ച് നമ്മൾ
ഓർഡർ ചെയ്ത മെറ്റീരിയൽ നമുക്ക് വരാനെടുക്കുന്ന ഈ ഒരു കാലതാമസമാണ് ഈ ലീഡ് ടൈം എന്ന് പറയുന്നത്. അത് ഹാഫ് മന്ത്സ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി കാൽക്കുലേറ്റ് EOQ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഒരു വർഷം നമ്മൾ എത്ര ഓർഡർ പ്ലേസ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ടോട്ടൽ ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിന് ആനുവൽ എത്ര ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് വരും എന്നുള്ളതാണ്. ഈ മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എത്ര ഇൻവെൻട്രി കോസ്റ്റ് ആണ് ടോട്ടലി വരുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. അപ്പം നമ്മളിവിടെ ആദ്യം നമുക്ക് EOQ എന്ന് തുടങ്ങാം. അപ്പൊ EOQ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? √2CO / I എന്നുള്ളതല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ആദ്യം ഒന്ന് എഴുതാം. ഇപ്പൊ C എന്ന് പറയുന്നത് കൺസംഷൻ ഓഫ് ദി മെറ്റീരിയൽസ് പെർ ആനം. ഒരു വർഷത്തിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മെറ്റീരിയൽസ് 3500 ആണല്ലോ. ആണ്. ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ എത്രയാണ്? 5 ആണ്. ഇനി ഇൻവെന്ററി കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം എത്ര ശതമാനാണ്? ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻവെന്ററി കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വരും. സ്റ്റോറേജ് കോസ്റ്റ് ആണ് ശരിക്കും ക്യാരിയിങ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി വരും. നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടി വരും നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്റ്റോറേജ് കോസ്റ്റിന്റെ 3% പെർ ആനമും ഇൻട്രസ്റ്റ് റേറ്റിന്റെ 10% പെർ ആനമും കൂട്ടി 13% നമുക്ക് 13% ഈ കോസ്റ്റ് പർച്ചേസ് പ്രൈസിന്റെ. സാധാരണ നമുക്ക് ഒറ്റ ഒരു കാര്യം തരാറുള്ളൂ അല്ലേ. ഒറ്റ ഒരു കാര്യമാണ് നമുക്ക് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഇത്ര % എന്ന് മാത്രമേ തരാറുള്ളൂ. പക്ഷെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് തരുന്നത്. സ്റ്റോറേജിന് 3%, ഇൻട്രസ്റ്റ് റേറ്റിന് 10% വരും. അപ്പൊ ടോട്ടൽ എത്ര ശതമാനമായി? 13% പെർ ആനം ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം എന്ന് പറയുന്നത് ഈ 3.60 അതായത് കോസ്റ്റ് പെർ യൂണിറ്റിന്റെ 3 രൂപ 60 പൈസയുടെ 13% നമ്മൾ കാണേണ്ടത്. അതായത് ഏകദേശം 0.46 ആണ് വരുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ഇത് രണ്ടും ആ ക്യാരിയിങ് കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ആഡ് ചെയ്തത്. അപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് EOQ എന്ന് പറയുന്നത് √2CO / I. √2 into C എന്ന് പറയുന്ന 3500 ആണ്. 3500 into 5 / 0.468. അപ്പൊ എത്രയാണ്? 273 യൂണിറ്റ്സ് ആണ്. 273 യൂണിറ്റ്സ് ആണ് ഇക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചു നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഒരു വർഷം നമ്മൾ എത്ര ഓർഡർ പ്ലേസ് ചെയ്യും? അപ്പോൾ ഒരു തവണ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യും? 273 യൂണിറ്റ്സ്. നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു വർഷം എത്ര നമ്മൾ കൺസംഷൻ ഉണ്ട്? 3500 യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ 3500 എത്താനായിട്ട് എത്ര 273 യൂണിറ്റ്സ് എത്ര പ്രാവശ്യം ഓർഡർ ചെയ്യണം? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3500 / 273 ആനുവൽ കൺസംഷൻ / EOQ. 3500 / 273 13 ഓർഡേഴ്സ് ആണ് നമ്മൾ ഒരു വർഷം പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഡ്യൂറിങ് ദ ഇയർ എത്രയാണ്? 13. ഇനി നമ്മളോട് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. അപ്പോൾ ഒരു വർഷം നമുക്ക് ഇൻവെന്ററി കോസ്റ്റ് ആയിട്ട് വരുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എല്ലാം ആഡ് ചെയ്യേണ്ട വരും. അതായത് നമുക്ക് 3500 യൂണിറ്റ്സിന് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് വരുന്നത്? 3 രൂപ 60 പൈസ വെച്ചിട്ടാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്, പർച്ചേസ് പ്രൈസ് വരുന്നത്. അപ്പോൾ 3500 യൂണിറ്റ്സ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് എത്രയാണ്? 3500 × 3 × 6 0 60 പൈസ എത്രയാണ്? 12,600 രൂപയാണ് ഈ ഇൻവെന്ററി
ഇൻവെന്ററി കോസ്റ്റിൽ അതിൽ കോസ്റ്റ് നമുക്ക് പർച്ചേസ് കോസ്റ്റ് ആയിട്ട് വരുന്ന 12,600 ഇനി അതിൻ്റെ കൂടെ ഓർഡറിങ് കോസ്റ്റ്, നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. ഓർഡറിങ് കോസ്റ്റ് നമ്മൾ ഒരു വർഷം എത്ര ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ, 3,500 ഡിവൈഡ് ബൈ 273. ഒരു വർഷം നമ്മൾ 13 ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പെർ ഓർഡർ, ഒരു ഓർഡറിന് വരുന്ന കോസ്റ്റ് എത്രയാ? 5 രൂപയാണ്. ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് 5 രൂപയാണെങ്കിൽ 13 ഓർഡർ പ്ലേസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് എത്ര രൂപയായിരിക്കും? 13 ഇൻറ്റു 5 65 രൂപയല്ലേ? 65 രൂപയല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒരു മെറ്റീരിയലിന്റെ ടോട്ടൽ കോസ്റ്റ്, ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ പർച്ചേസ് പ്രൈസ് പ്ലസ് അതിന് വരുന്ന ഓർഡറിങ് കോസ്റ്റ് പ്ലസ് അതിന് വരുന്ന ക്യാരിയിങ് കോസ്റ്റ്, ഇതെല്ലാം പെടില്ലേ? അപ്പോൾ പർച്ചേസ് പ്രൈസ് നമ്മൾ പറഞ്ഞു 3,500 ഇൻറ്റു 3.60 12,600 ആണെന്ന് പറഞ്ഞു. ഇനി ഓർഡറിങ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു എത്രയാണ്? 13 ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെർ ഓർഡറിന് 5 രൂപയാണ്. അപ്പോൾ 13 ഇൻറ്റു 5 65 ആണ് പറഞ്ഞു. ഇനി ക്യാരിയിങ് കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ഇൻവെൻട്രിയുടെ കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് ആണ് എടുക്കേണ്ടത്. നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എത്രയാണ് ക്യാരിയിങ് കോസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുള്ളത്? 0.468 അല്ലേ കണ്ടുപിടിച്ചു വെച്ചത്? 13%, 3.6, 0.468 ആണ് ഒരു വർഷത്തേക്ക് ക്യാരിയിങ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. അത് എത്ര ഇൻവെൻട്രിയുടെ ആണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ എത്ര യൂണിറ്റ്സിൻ്റെ ആണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ 273 യൂണിറ്റ്സ് ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലേ? എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റി എത്രയാ? 273 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഈ 273 യൂണിറ്റ്സും നമ്മൾ സ്റ്റോർ ചെയ്യോ? ഇല്ല. സ്റ്റോർ ചെയ്യേണ്ട വരുമോ? ഇല്ല. കാരണം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പിന്നെ അത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളത് എടുക്കുകയാണല്ലോ. അപ്പോൾ ഒരു ആവറേജ് ലെവലിൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ, നമ്മൾ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെൻട്രി ആണ് കാണേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ്? 273 ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. 273 ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. അപ്പോൾ 273 ആവറേജ് ഇൻവെൻട്രി കാണുന്നത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ബൈ 2 ചെയ്ത്. 273 ബൈ 2 ഇൻറ്റു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം 0.468. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 63.88 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടലി നമുക്ക് വന്ന കോസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും 12,600 പ്ലസ് 65 പ്ലസ് 63.88 12,728.88 പർച്ചേസ് പ്രൈസ് പ്ലസ് ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റ് എല്ലാം കൂടി ഒരു വർഷം നമുക്ക് ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ആനുവൽ ഇൻവെൻട്രി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 12,728.88 ആണ്. അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, എല്ലാം പറയുന്നില്ല. പക്ഷെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. ഈ ഇല്ലസ്ട്രേഷൻ 4 ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ചെയ്യാനായിട്ട് പറ്റുമോ അത്രയും മാത്രം നിങ്ങളൊന്ന് ചെയ്യുക. നമ്മളോട് എല്ലാം ഒന്നും ചോദിക്കില്ല, മാക്സിമം EOQ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുമായിരിക്കും. അല്ലെങ്കിൽ എത്ര ഓർഡേഴ്സ്, നമ്പർ ഓഫ് ഓർഡേഴ്സും കൂടെ വേണമെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ട് ചോദിക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇത് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഭാഗമായതുകൊണ്ടാണ് ഇത് 2-3 പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് സാറ്റർഡേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ MCQൻ്റെ വീഡിയോയുടെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.